ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലെ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളെ പോലും ഫേമസ് ആക്കും ഇല്ലേ? ഈ കോഴിക്കോടൻ ഹൽവ, തലശ്ശേരി ദം ബിരിയാണി, സേലം മാങ്ങ, മംഗലാംകുന്ന് മുറുക്ക്, അങ്ങനെ അതുപോലെ ഫേമസ് ആയ തിരുനെൽവേലി ഹൽവയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ. ഗോതമ്പ് പൊടി കൊണ്ടും ചെയ്യാം, സൂചി ഗോതമ്പ് കൊണ്ടും ചെയ്യാം. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്താണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം. ഇത് 1 കപ്പ് ഗോതമ്പ് നുറുക്ക് നന്നായി കഴുകി 3 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്കിനി അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നീളമുള്ള പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഈ അരിച്ചെടുക്കുന്നത് 2 മണിക്കൂർ നമ്മൾ ഊറാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം മേലെ വരുന്ന വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ അടിയിൽ ഊറുന്ന പൊടി ഉണ്ടല്ലോ, അത് ഇളകി വെള്ളത്തിനൊപ്പം പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നീളത്തിലുള്ള പാത്രം എന്ന് പറഞ്ഞത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും. അതിൽ ഫുള്ള് പാല് അടിയിലെത്തുന്നത് വരെ വെള്ളം ഒഴിച്ച് അരിച്ചുകൊണ്ടേയിരിക്കുക. കണ്ടോ, ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഗോതമ്പ് പാല് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ള നിറം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറാൻ വെക്കാം. 2 മണിക്കൂറെങ്കിലും ഒരു 1.5-2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ടൈം എടുത്തത് ഊറി വരട്ടെ. ഇപ്പോൾ 2 മണിക്കൂറായി. നമുക്ക് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പാലിൻ്റെ പൊടിയൊക്കെ അടിയിലേക്ക് പോയി മേലെ വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഊറ്റിക്കളയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3-4 മണിക്കൂറൊക്കെ കുതിർത്തി വെക്കുന്നില്ലേ, അപ്പോൾ അത് പുളിച്ചിട്ടുണ്ടാവും. അപ്പം അതിലുണ്ടാക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് അത് ഊറ്റിക്കളയണത്. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് എന്നറിയോ? ഈ ഗോതമ്പ് പാല് അളന്നെടുക്കുക. എനിക്കിങ്ങനെ ഒരു കപ്പിന് നിറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഗോതമ്പ് പാലിനനുസരിച്ചാണ് ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മെഷർമെന്റ് പാത്രം എടുക്കുക. ഇനി ഈ ഗോതമ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അളന്ന കപ്പില്ലേ, ആ കപ്പിൽ 4 കപ്പ് വെള്ളം ഈ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഷുഗർ കാരമലൈസ് ചെയ്യണതാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇത് ഗോതമ്പ് പാൽ അളന്ന കപ്പാണ്. ഇതിന് 3 കപ്പ് ഷുഗർ നമുക്ക് വേണം. അതിൽ 1/2 കപ്പ് ഷുഗർ 1/4 കപ്പ് വെള്ളത്തിൽ ഒരു പാൻ ചൂടാക്കി ഷുഗർ മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാരമലൈസ് ചെയ്യുന്നത്. നല്ലൊരു കളറായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഈ കളറാണ് കേട്ടോ നമ്മുടെ ഹൽവയ്ക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ മറ്റ് ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കണില്ല. മാറ്റി വെച്ചിട്ടുള്ള ബാക്കി 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഷുഗർ കട്ടയാകും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂടാകുന്നതിനനുസരിച്ച് അത് മെൽറ്റ് ആയിക്കോളും. ഈ കാരമലൈസ്ഡ് ഷുഗറിന്റെ കളർ എന്തൊരു ഭംഗിയാണ്. പിന്നെ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മെൽറ്റ് ആകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഷുഗർ എല്ലാം മെൽറ്റായി പാനിയായിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ പാകം ഒരു നൂൽപ്പരുവമാകുന്നത് വരെയാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോന്ന്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പാല് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഗോതമ്പ് പാല് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഗോതമ്പ് പൊടി ഊറി നിന്നിട്ടുണ്ടാവും.
ഇത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നിർത്താതെ ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ അത്ര ഈസി അല്ല കേട്ടോ കുക്ക് ചെയ്യാൻ. ഈസി അല്ല എന്ന് പറഞ്ഞത് ഇത് ടൈം എടുക്കും. ഏകദേശം 1 hour വേണം നമുക്കിത് റെഡി ആവാൻ. ടൈമിന്റെ പ്രശ്നം മാത്രം തന്നെ ഉള്ളൂ. ഇപ്പൊ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ടോട്ടൽ വേണ്ട നെയ്യ് നമ്മളെടുത്ത കപ്പില്ലേ, അതിന് 1/4 കപ്പാണ് വേണ്ടത്. അത് ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഹൽവയാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു നെയ്ബർ ഉണ്ട്, അവരുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് തിരുനെൽവേലി ഹൽവയുടെ ഓരോ കുഞ്ഞു പാക്കറ്റ്സ് എല്ലാ നെയ്ബേഴ്സിനും തന്നിരുന്നു. അന്ന് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കഴിക്കല്ലേ. പിന്നെ കടകളിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ റെസിപ്പി പഠിച്ചെടുത്ത് സ്വന്തമായി ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ ആഡ് ചെയ്തില്ലേ, അത് ഒരു പിഞ്ച് ഉപ്പാണ്. ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയി കാണും. നമ്മൾ ഈ ടൈമിൽ കൈവിടാതെ ഇളക്കണം എന്നൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് നെയ്യ് വേണ്ടെങ്കിൽ നമുക്കതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിലും പകുതി നെയ്യുമായിട്ടും ചേർക്കാം കേട്ടോ. പക്ഷെ കംപ്ലീറ്റ് നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 40 മിനിറ്റായി. ഇത് ഈ പാനിൻ്റെ സൈഡിലൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി സെയിം പ്രോസസ്സ് തുടരുക. അതായത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ച 1/4 കപ്പ് നെയ്യിൽ നിന്ന് ഈ 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് തിക്കായി വരുന്നുണ്ട്. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ബദാം നുറുക്കിയതോ പിസ്ത നുറുക്കിയതോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അളന്ന് വെച്ച എല്ലാ നെയ്യും ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെയും നെയ്യ് തെളിയുന്നത് വരെയും നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഒരു ട്രേയിലേക്ക് മാറ്റാം. കുറച്ച് കട്ടിയായ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ കൈവിടാതെ ഇളക്കാം. അങ്ങനെ നമ്മുടെ ഹൽവയുടെ കൂട്ടിവിടെ റെഡിയായി. ഇനി ഇത് ആറിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്യാം. ഇതിലിപ്പോൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പാൽ അളക്കുന്നത്, അതേ പാത്രത്തിൽ തന്നെ ഷുഗറും വെള്ളവും നെയ്യും ഒക്കെ അളന്നെടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.